ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. 5ാമത്തെ മോഡൽ പരീക്ഷയുമായി ബന്ധപ്പെട്ട 100 ചോദ്യോത്തരങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ അവതരിപ്പിക്കുന്നത്. ചോദ്യോത്തരങ്ങളിലേക്ക് കടക്കാം. ചോദ്യം 1. നവോമിയുടെ ഭർതൃഗ്രഹത്തിൽ ഉണ്ടായിരുന്ന ബോവാസിനെ വിശേഷിപ്പിച്ചത് എങ്ങനെ? എ. നീതിമാൻ, ബി. സമ്പന്നൻ, സി. ദൈവഭയമുള്ളവൻ, ഡി. ധനികൻ. ഉത്തരം ഡി. ധനികൻ. ചോദ്യം 2. കർത്താവ് അങ്ങയെ അനുഗ്രഹിക്കട്ടെ എന്നു പറഞ്ഞ് ബോവാസിനെ പ്രത്യഭിവാദനം ചെയ്തത് ആരാണ്? എ. ഭൃത്യന്മാർ, ബി. ദാസിമാർ, സി. കൊയ്ത്തുകാർ, ഡി. വേലക്കാർ. ഉത്തരം സി. കൊയ്ത്തുകാർ. ചോദ്യം 3. വിളവെടുപ്പ് കഴിയുന്നതുവരെ റൂത്ത് ആരോട് ചേർന്ന് നിന്നാണ് കാല പെറുക്കിയത്? എ. ബോവാസിൻ്റെ ഭൃത്യന്മാരോട് ചേർന്ന് നിന്ന്, ബി. ബോവാസിൻ്റെ ദാസന്മാരോട് ചേർന്ന് നിന്ന്, സി. ബോവാസിൻ്റെ വേലക്കാരികളോട് ചേർന്ന് നിന്ന്, ഡി. ബോവാസിൻ്റെ ദാസിമാരോട് ചേർന്ന് നിന്ന്. ഉത്തരം ഡി. ബോവാസിൻ്റെ ദാസിമാരോട് ചേർന്ന് നിന്ന്. ചോദ്യം 4. ആരാണ് ഈ യുവതി എന്ന് കൊയ്ത്തുകാരുടെ മേൽനോട്ടം വഹിച്ചിരുന്ന ആരോടാണ് ബോവാസ് ചോദിച്ചത്? എ. കാര്യസ്ഥനോട്, ബി. ദാസിയോട്, സി. ഭൃത്യനോട്, ഡി. വേലക്കാരനോട്. ഉത്തരം സി. ഭൃത്യനോട്. ചോദ്യം 5. റൂത്ത് ശേഖരിച്ച ധാന്യം ആരെയാണ് കാണിച്ചത്? എ. ബോവാസിനെ, ബി. ഭൃത്യനെ, സി. അമ്മായിയമ്മയെ, ഡി. ദാസിമാരെ. ഉത്തരം സി. അമ്മായിയമ്മയെ. ചോദ്യം 6. റൂത്ത് എങ്ങനെയാണ് മെതിക്കളത്തിലേക്ക് ചെന്നത്? എ. കുളിച്ച് തൈലം പുരട്ടി ഏറ്റവും നല്ല വസ്ത്രം ധരിച്ച്, ബി. കുളിച്ച് തൈലം പൂശി മനോഹരമായി വസ്ത്രം ധരിച്ച്, സി. കുളിച്ച് തൈലം പൂശി ഏറ്റവും നല്ല വസ്ത്രം ധരിച്ച്, ഡി. കുളിച്ച് തൈലം പൂശി ഏറ്റവും പുതിയ വസ്ത്രം ധരിച്ച്. ഉത്തരം സി. കുളിച്ച് തൈലം പൂശി ഏറ്റവും നല്ല വസ്ത്രം ധരിച്ച്. ചോദ്യം 7. വീണ്ടെടുപ്പും കൈമാറ്റവും സംബന്ധിച്ച് ഇസ്രായേലിൽ മുൻപ് നിലവിലിരുന്ന നിയമം എന്താണ്? എ. ഇടപാട് സ്വീകരിക്കുന്നതിന് വേണ്ടി ഒരാൾ തൻ്റെ പുറംകുപ്പായം മറ്റേയാളെ ഏൽപ്പിക്കും, ബി. തീരുമാനം നടപ്പാക്കുന്നതിനു വേണ്ടി ഒരാൾ തൻ്റെ ചെരുപ്പൂരി മറ്റേയാളെ ഏൽപ്പിക്കും, സി. ഇടപാട് സ്വീകരിക്കുന്നതിന് വേണ്ടി ഒരാൾ തൻ്റെ ചെരുപ്പൂരി മറ്റേയാളെ ഏൽപ്പിക്കും, ഡി. ഇടപാട് സ്വീകരിക്കുന്നതിന് വേണ്ടി ഒരാൾ തൻ്റെ ചെരുപ്പൂരി മറ്റേയാളെ വണങ്ങും. ഉത്തരം സി. ഇടപാട് സ്വീകരിക്കുന്നതിന് വേണ്ടി ഒരാൾ തൻ്റെ ചെരുപ്പൂരി മറ്റേയാളെ ഏൽപ്പിക്കും. ചോദ്യം 8. ഇസ്രായേൽ ജനത്തിന് ജന്മം കൊടുത്തത് ആരെല്ലാം? എ. സാറ റാഹേൽ, ബി. സാറ റെബേക്ക, സി. സാറ ഹന്ന, ഡി. റാഹേൽ ലേയ. ഉത്തരം ഡി. റാഹേൽ ലേയ. ചോദ്യം 9. ജെസ്സയുടെ മകൻ ദാവീദിനെ രാജാവായി അഭിഷേകം ചെയ്യുന്നതിനെക്കുറിച്ച് പ്രതിപാദിക്കുന്ന 1 സാമുവേലിലെ വാക്യമേത്? എ. 1 സാമുവേൽ 17:16, ബി. 1 സാമുവേൽ 16:1, സി. 1 സാമുവേൽ 6:12, ഡി. 1 സാമുവേൽ 19:3. ഉത്തരം ബി. 1 സാമുവേൽ 16:1. ചോദ്യം 10. അധ്യായവും വാക്യവും ഏത്? നിന്റെ പ്രവൃത്തികൾക്ക് കർത്താവ് പ്രതിഫലം നൽകും. നീ അഭയം പ്രാപിച്ചിരിക്കുന്ന ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവ് നിന്നെ സമൃദ്ധമായി അനുഗ്രഹിക്കും. എ. റൂത്ത് 2:20, ബി. റൂത്ത് 3:7, സി. റൂത്ത് 2:12, ഡി. റൂത്ത് 2:20. ഡി. റൂത്ത് 3:14. ഉത്തരം സി. റൂത്ത് 2:12. ചോദ്യം 11. ആർക്കും കഴിയുകയില്ല എന്ന് സഭാപ്രസംഗകൻ പറയുന്നത് എന്താണ്? എ. ദൈവത്തെ ദർശിക്കാൻ, ബി. അന്യൻ്റെ മനസ്സ് കാണാൻ, സി. വളഞ്ഞത് നിവർത്താൻ, ഡി. വളഞ്ഞത് നേരെയാക്കാൻ. ഉത്തരം ഡി. വളഞ്ഞത് നേരെയാക്കാൻ. ചോദ്യം 12.
എന്തിനെയെല്ലാമാണ് സഭാപ്രസംഗകൻ വിവേചിച്ച് കാണാൻ തുടങ്ങിയത്? എ. ജ്ഞാനവും ഉന്മത്തതയും ഭോഷത്വവും. ബി. ജ്ഞാനവും ഉന്മത്തതയും സൗഹൃദവും. സി. അറിവും ഉന്മത്തതയും ഭോഷത്വവും. ഡി. സത്യവും നീതിയും ജ്ഞാനവും. ഉത്തരം എ. ജ്ഞാനവും ഉന്മത്തതയും ഭോഷത്വവും. ചോദ്യം 13. ആർക്കാണ് ദൈവം ജ്ഞാനവും അറിവും ആനന്ദവും പ്രദാനം ചെയ്യുന്നത്? എ. തന്നെ പ്രീതിപ്പെടുത്തുന്നവന്. ബി. തൻ്റെ നിയമം പാലിക്കുന്നവന്. സി. തന്നെ പ്രസാദിപ്പിക്കുന്നവന്. ഡി. വിനയാന്വിതന്. ഉത്തരം സി. തന്നെ പ്രസാദിപ്പിക്കുന്നവന്. ചോദ്യം 14. തന്നെ പ്രസാദിപ്പിക്കുന്നവന് ദൈവം നൽകുന്നവയിൽ പെടാത്തത് ഏത്? എ. ജ്ഞാനം. ബി. അറിവ്. സി. ആനന്ദം. ഡി. സമ്പത്ത്. ഉത്തരം ഡി. സമ്പത്ത്. ചോദ്യം 15. കാലത്തിൻ്റെ സമഗ്രതയെക്കുറിച്ചുള്ള ബോധം അവിടുന്ന് നിക്ഷേപിച്ചിരിക്കുന്നത് എവിടെയാണ്? എ. മനുഷ്യഹൃദയത്തിൽ. ബി. മനുഷ്യ മനസ്സിൽ. സി. മനുഷ്യരിൽ. ഡി. നീതിമാന്മാരിൽ. ഉത്തരം ബി. മനുഷ്യ മനസ്സിൽ. ചോദ്യം 16. മനുഷ്യന് ആദ്യന്തം ഗ്രഹിക്കാൻ കഴിവില്ലാത്തത് എന്ത്? എ. ദൈവത്തിൻ്റെ പദ്ധതികൾ. ബി. ദൈവത്തിൻ്റെ വചനം. സി. ദൈവത്തിൻ്റെ പ്രവൃത്തികൾ. ഡി. ദൈവത്തിൻ്റെ ജ്ഞാനം. ഉത്തരം സി. ദൈവത്തിൻ്റെ പ്രവൃത്തികൾ. ചോദ്യം 17. എന്തിനെയാണ് ദൈവം യഥാകാലം തിരികെ കൊണ്ടുവരുന്നത്? എ. കടന്നുപോയ ഓരോന്നിനെയും. ബി. നഷ്ടപ്പെട്ടു പോയ ഓരോന്നിനെയും. സി. കടന്നുപോയ എല്ലാറ്റിനെയും. ഡി. വേർപെട്ടുപോയ ഓരോന്നിനെയും. ഉത്തരം എ. കടന്നുപോയ ഓരോന്നിനെയും. ചോദ്യം 18. വേഗം പൊട്ടുകയില്ലാത്തത് എന്ത്? എ. മുപ്പിരി ചരട്. ബി. മുപ്പിരി വള്ളി. സി. ദൃഢവിശ്വാസം. ഡി. മുപ്പിരി കയർ. ഉത്തരം എ. മുപ്പിരി ചരട്. ചോദ്യം 19. എവിടെ പോകുമ്പോഴാണ് സൂക്ഷ്മതയുള്ളവനായിരിക്കേണ്ടത്? എ. സ്വഭവനത്തിൽ. ബി. ദൈവസന്നിധിയിൽ. സി. ദേവാലയത്തിൽ. ഡി. അന്യദേശത്ത്. ഉത്തരം സി. ദേവാലയത്തിൽ. ചോദ്യം 20. ആർക്കാണ് സുഖനിദ്ര ലഭിക്കുന്നത്? എ. സ്വസ്ഥതയുള്ളവന്. ബി. നന്മ ചെയ്യുന്നവന്. സി. അധ്വാനിക്കുന്നവന്. ഡി. നീതി പ്രവർത്തിക്കുന്നവന്. ഉത്തരം സി. അധ്വാനിക്കുന്നവന്. ചോദ്യം 21. ദുസ്വപ്നങ്ങൾ കൂടുന്നതെപ്പോൾ? എ. ദുഃഖമേറുമ്പോൾ. ബി. ആകാംക്ഷയേറുമ്പോൾ. സി. ആകുലതയേറുമ്പോൾ. ഡി. ആത്മവിശ്വാസമേറുമ്പോൾ. ഉത്തരം സി. ആകുലതയേറുമ്പോൾ. ചോദ്യം 22. വാക്കുകളുടെ പെരുപ്പം എന്തിൻ്റെ പെരുപ്പമാണ്? എ. മൂഢതയുടെ. ബി. അജ്ഞതയുടെ. സി. മിഥ്യയുടെ. ഡി. അഹങ്കാരത്തിൻ്റെ. ഉത്തരം സി. മിഥ്യയുടെ. ചോദ്യം 23. സോളമൻ്റെ ജ്ഞാനത്തെക്കുറിച്ച് പറയുന്ന 1 രാജാക്കന്മാരിലെ ഭാഗമേത്? എ. 1 രാജാക്കന്മാർ 4:29-31. ബി. 1 രാജാക്കന്മാർ 7:23-27. സി. 1 രാജാക്കന്മാർ 9:29-33. ഡി. 1 രാജാക്കന്മാർ 4:30-34. ഉത്തരം എ. 1 രാജാക്കന്മാർ 4:29-31 വരെ വാക്യങ്ങൾ. ചോദ്യം 24. ദൈവം മനുഷ്യനെ പൊടിയിൽ നിന്ന് രൂപം കൊടുത്തു എന്ന് പ്രതിപാദിക്കുന്ന പഴയ നിയമവാക്യമേത്? എ. ഉൽപ്പത്തി 4:17. ബി. ഉൽപ്പത്തി 2:7. സി. ഉൽപ്പത്തി 12:8. ഡി. ഉൽപ്പത്തി 3:9. ഉത്തരം ബി. ഉൽപ്പത്തി 2:7. ചോദ്യം 25. യോഹന്നാൻ്റെ സുവിശേഷത്തെ എങ്ങനെയെല്ലാം വിശേഷിപ്പിക്കാം? എ. വിശ്വാസത്തിൻ്റെ സുവിശേഷം, സത്യത്തിൻ്റെ സുവിശേഷം. ബി. വാഗ്ദാനത്തിൻ്റെ സുവിശേഷം, സത്യത്തിൻ്റെ സുവിശേഷം. സി. വിശ്വാസത്തിൻ്റെ സുവിശേഷം, പ്രത്യാശയുടെ സുവിശേഷം. ഡി. വിശ്വാസത്തിൻ്റെ സുവിശേഷം, ജീവൻ്റെ സുവിശേഷം. ഉത്തരം ഡി. വിശ്വാസത്തിൻ്റെ സുവിശേഷം, ജീവൻ്റെ സുവിശേഷം. ചോദ്യം 26. 4-ാം സുവിശേഷത്തെ പ്രധാനമായും തരംതിരിക്കുന്നത് എങ്ങനെ?
എ അടയാളങ്ങളുടെ പുസ്തകം മഹത്വത്തിൻ്റെ പുസ്തകം, ബി അത്ഭുതങ്ങളുടെ പുസ്തകം മഹത്വത്തിൻ്റെ പുസ്തകം, സി അടയാളങ്ങളുടെ പുസ്തകം പ്രത്യാശയുടെ പുസ്തകം, ഡി അടയാളങ്ങളുടെ ഗ്രന്ഥം മഹത്വത്തിൻ്റെ ഗ്രന്ഥം. ഉത്തരം എ അടയാളങ്ങളുടെ പുസ്തകം മഹത്വത്തിൻ്റെ പുസ്തകം. ചോദ്യം 27. യോഹന്നാൻ വന്നത് എന്തിനായിരുന്നു? എ വഴിയൊരുക്കാൻ, ബി സ്നാനം നൽകാൻ, സി സാക്ഷ്യത്തിനായി, ഡി മാനസാന്തരപ്പെടുത്താൻ. ഉത്തരം സി സാക്ഷ്യത്തിനായി. ചോദ്യം 28. നീ ആരാണെന്ന് ചോദിക്കാൻ പുരോഹിതന്മാരെയും ലേവ്യരെയും ജെറുസലേമിൽ നിന്ന് അയച്ചത് ആരാണ്? എ ജനങ്ങൾ, ബി ഫരിസേയർ, സി യഹൂദർ, ഡി നിയമജ്ഞർ. ഉത്തരം സി യഹൂദർ. ചോദ്യം 29. യോഹന്നാൻ സ്നാനം നൽകിക്കൊണ്ടിരുന്നത് എവിടെ? എ ഏനോനിൽ, ബി യൂദയായിൽ, സി ജോർദാനിൽ, ഡി ജെറുസലേമിൽ. ഉത്തരം സി ജോർദാനിൽ. ചോദ്യം 30. യോഹന്നാൻ വന്ന് ജലത്താൽ സ്നാനം നൽകുന്നത് എന്തിനു വേണ്ടിയാണ്? എ ഈശോയെ ഇസ്രായേലിന് വെളിപ്പെടുത്താൻ വേണ്ടി, ബി യേശുവിനെ ലോകത്തിന് വെളിപ്പെടുത്താൻ വേണ്ടി, സി യേശുവിനെ ഇസ്രായേലിന് വെളിപ്പെടുത്താൻ വേണ്ടി, ഡി യേശുവിനെ മറ്റുള്ളവർക്ക് വെളിപ്പെടുത്താൻ വേണ്ടി. ഉത്തരം സി യേശുവിനെ ഇസ്രായേലിന് വെളിപ്പെടുത്താൻ വേണ്ടി. ചോദ്യം 31. യോഹന്നാൻ തൻ്റെ ശിഷ്യരിൽ 2 പേരോട് കൂടെ നിൽക്കുമ്പോൾ യേശു നടന്നു വരുന്നത് കണ്ട് പറഞ്ഞതെന്ത്? എ ഇതാ ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്നവൻ, ബി ഇതാ പാപം നീക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട്, സി ഇതാ ലോകത്തിൻ്റെ പാപം നീക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട്, ഡി ഇതാ ദൈവത്തിൻ്റെ കുഞ്ഞാട്. ഉത്തരം ഡി ഇതാ ദൈവത്തിൻ്റെ കുഞ്ഞാട്. ചോദ്യം 32. യേശു ശിമയോനെ നോക്കി പറഞ്ഞതെന്ത്? എ നീ യോഹന്നാൻ്റെ പുത്രനായ പത്രോസാണ്, കേപ്പ പാറ എന്ന് നീ വിളിക്കപ്പെടും, ബി നീ യോഹന്നാൻ്റെ പുത്രനായ ശിമയോനാണ്, കേപ്പ പാറ എന്ന് നീ അറിയപ്പെടും, സി നീ യോഹന്നാൻ്റെ പുത്രനായ ശിമയോനാണ്, കേപ്പ പാറ എന്ന് നീ വിളിക്കപ്പെടും, ഡി നീ ഹൽപ്പയുടെ പുത്രനായ ശിമയോനാണ്, കേപ്പ പാറ എന്ന് നീ വിളിക്കപ്പെടും. ഉത്തരം സി നീ യോഹന്നാൻ്റെ പുത്രനായ ശിമയോനാണ്, കേപ്പ പാറ എന്ന് നീ വിളിക്കപ്പെടും. ചോദ്യം 33. പിറ്റേ ദിവസം യേശു ഗലീലയിലേക്ക് പോകാൻ ഒരുങ്ങിയപ്പോൾ ആരോടാണ് എന്നെ അനുഗമിക്കുക എന്ന് പറഞ്ഞത്? എ നഥാനയേലിനോട്, ബി മത്തായിയോട്, സി ശിമയോനോട്, ഡി പീലിപ്പോസിനോട്. ഉത്തരം ഡി പീലിപ്പോസിനോട്. ചോദ്യം 34. ഗലീലിയിലെ കാനായിൽ വിവാഹവിരുന്ന് നടന്നത് എന്നാണ്? എ 3-ാം ദിവസം, ബി ആഴ്ചയുടെ 3-ാം ദിവസം, സി ആഴ്ചയുടെ 1-ാം ദിവസം, ഡി 1-ാം ദിവസം. ഉത്തരം എ 3-ാം ദിവസം. ചോദ്യം 35. കാനായിൽ വീഞ്ഞ് തീർന്നു പോയപ്പോൾ യേശുവിൻ്റെ അമ്മ പറഞ്ഞതെന്ത്? എ അവൻ നിങ്ങളോട് പറയുന്നത് ചെയ്യുവിൻ, ബി വീഞ്ഞ് തീർന്നിരിക്കുന്നു, സി അവൻ പറയുന്നത് ചെയ്യുവിൻ, ഡി അവർക്ക് വീഞ്ഞില്ല. ഉത്തരം ഡി അവർക്ക് വീഞ്ഞില്ല. ചോദ്യം 36. അമ്മ പരിചാരകരോട് പറഞ്ഞതെന്ത്? എ അവൻ പറയുന്നത് ചെയ്യുവിൻ, ബി അവൻ നിങ്ങളോട് കൽപ്പിക്കുന്നത് ചെയ്യുവിൻ, സി അവൻ നിങ്ങളോട് പറയുന്നത് ചെയ്യുവിൻ, ഡി അവൻ നിങ്ങളോട് ആവശ്യപ്പെടുന്നത് ചെയ്യുവിൻ. ഉത്തരം സി അവൻ നിങ്ങളോട് പറയുന്നത് ചെയ്യുവിൻ. ചോദ്യം 37. യഹൂദരുടെ ശുദ്ധീകരണ കർമ്മത്തിനുള്ള വെള്ളം നിറയ്ക്കുന്ന എത്ര കൽഭരണികൾ ഉണ്ടായിരുന്നു? എ 3, ബി 6, സി 4, ഡി 5. ഉത്തരം ബി 6. ചോദ്യം 38. ഓരോ കൽഭരണിയും എത്ര അളവ് കൊള്ളുമായിരുന്നു? എ 1, 2, ബി 3, 4, സി 2, 3, ഡി 5, 6. ഉത്തരം സി 2, 3. ചോദ്യം 39. ഇവയെ ഇവിടെ നിന്ന് എടുത്തുകൊണ്ടു പോകുവിൻ, യേശു ആരോടാണ് ഇത് പറഞ്ഞത്? എ നാണയമാറ്റക്കാരോട്, ബി യഹൂദരോട്, സി പുരോഹിതരോട്, ഡി പ്രാവുകളെ വിൽക്കുന്നവരോട്. ഉത്തരം ഡി പ്രാവുകളെ വിൽക്കുന്നവരോട്.
ചോദ്യം 40. ദേവാലയം നശിപ്പിച്ചാൽ എത്ര ദിവസം കൊണ്ടാണ് യേശു അത് പുനരുദ്ധരിക്കുക? എ 3-ാമത്തെ ദിവസം, ബി 3 ദിവസത്തിനുള്ളിൽ, സി 3 ദിവസം കൊണ്ട്, ഡി 3 ദിവസത്തിനകം. ഉത്തരം ഡി 3 ദിവസത്തിനകം. ചോദ്യം 41. യേശു പറഞ്ഞ ദേവാലയം ഏതാണ്? എ ജെറുസലേം ദേവാലയം, ബി ശരീരമാകുന്ന ആലയം, സി ദേഹമാകുന്ന ദേവാലയം, ഡി താനാകുന്ന ദേവാലയം. ഉത്തരം ബി ശരീരമാകുന്ന ആലയം. ചോദ്യം 42. യേശുവാകട്ടെ അവരെ വിശ്വസിച്ചില്ല, കാരണമെന്ത്? എ അവൻ അവരെയെല്ലാം മനസ്സിലാക്കിയിരുന്നു, ബി മനുഷ്യരെക്കുറിച്ച് അവനറിയാമായിരുന്നു, സി അവന് ആരുടെയും സാക്ഷ്യം ആവശ്യമില്ലായിരുന്നു, ഡി അവൻ അവരെയെല്ലാം അറിഞ്ഞിരുന്നു. ഉത്തരം ഡി അവൻ അവരെയെല്ലാം അറിഞ്ഞിരുന്നു. ചോദ്യം 43. രാത്രിയിൽ യേശുവിൻ്റെ അടുത്ത് വന്ന യഹൂദ പ്രമാണി ആര്? എ സക്കേവൂസ്, ബി നഥാനയേൽ, സി മത്തായി, ഡി നിക്കോദേമോസ്. ഉത്തരം ഡി നിക്കോദേമോസ്. ചോദ്യം 44. നിക്കോദേമസ് യേശുവിനെ അഭിസംബോധന ചെയ്തത് എങ്ങനെ? എ ഗുരോ, ബി പ്രഭോ, സി റബ്ബി, ഡി കർത്താവേ. ഉത്തരം സി റബ്ബി. ചോദ്യം 45. ദൈവം കൂടെയില്ലെങ്കിൽ ഒരുവനും നീ ചെയ്യുന്ന ഡാഷ് പ്രവർത്തിക്കാൻ കഴിയുകയില്ല, പൂരിപ്പിക്കുക. എ അത്ഭുതങ്ങൾ, ബി അടയാളങ്ങൾ, സി രോഗസൗഖ്യങ്ങൾ, ഡി അത്ഭുതങ്ങളും അടയാളങ്ങളും. ഉത്തരം ബി അടയാളങ്ങൾ. ചോദ്യം 46. വീണ്ടും ജനിക്കുന്നില്ലെങ്കിൽ ഒരുവന് ഡാഷ് കാണാൻ കഴിയുകയില്ല, പൂരിപ്പിക്കുക. എ സ്വർഗരാജ്യം, ബി ദൈവസ്നേഹം, സി ദൈവരാജ്യം, ഡി ദൈവത്തെ. ഉത്തരം സി ദൈവരാജ്യം. ചോദ്യം 47. ഇതെല്ലാം എങ്ങനെ സംഭവിക്കും എന്ന് ചോദിച്ചത് ആര്? എ നിക്കോദേമോസ്, ബി സക്കേവൂസ്, സി പത്രോസ്, ഡി ശിഷ്യന്മാർ. ഉത്തരം എ നിക്കോദേമോസ്. ചോദ്യം 48. യേശു എന്തിനെപ്പറ്റിയാണ് സംസാരിക്കുന്നത്? എ കണ്ടവയെപ്പറ്റി, ബി കാണുന്നതിനെപ്പറ്റി, സി അറിയുന്നവയെപ്പറ്റി, ഡി പിതാവിനെപ്പറ്റി. ഉത്തരം സി അറിയുന്നവയെപ്പറ്റി. ചോദ്യം 49. യേശു എന്തിനെക്കുറിച്ചാണ് സാക്ഷ്യപ്പെടുത്തുന്നത്? എ സത്യത്തെപ്പറ്റി, ബി കണ്ടവയെപ്പറ്റി, സി അറിയുന്നവയെപ്പറ്റി, ഡി പിതാവിനെപ്പറ്റി. ഉത്തരം ബി കണ്ടവയെപ്പറ്റി. ചോദ്യം 50. മോശ എവിടെയാണ് സർപ്പത്തെ ഉയർത്തിയത്? എ ഈജിപ്തിൽ, ബി വടിയിൽ, സി ജനങ്ങൾക്കിടയിൽ, ഡി മരുഭൂമിയിൽ. ഉത്തരം ഡി മരുഭൂമിയിൽ. ചോദ്യം 51. ആരാണ് വെളിച്ചത്തിലേക്ക് വരുന്നത്? എ നന്മ പ്രവർത്തിക്കുന്നവൻ, ബി സത്യം ആഗ്രഹിക്കുന്നവൻ, സി സത്യം ഗ്രഹിക്കുന്നവൻ, ഡി സത്യം പ്രവർത്തിക്കുന്നവൻ. ഉത്തരം ഡി സത്യം പ്രവർത്തിക്കുന്നവൻ. ചോദ്യം 52. യേശു എവിടെ വെച്ചാണ് സ്നാനം നൽകിയത്? എ ജോർദാൻ്റെ മറുകരയിൽ, ബി സാലിമിനടുത്തുള്ള ഏനോനിൽ, സി യൂദയാദേശത്ത്, ഡി ജോർദാൻ നദിയിൽ. ഉത്തരം സി യൂദയാദേശത്ത്. ചോദ്യം 53. ആര് തമ്മിലാണ് ശുദ്ധീകരണത്തെപ്പറ്റി തർക്കമുണ്ടായത്? എ അവൻ്റെ ശിഷ്യരും അവൻ്റെ ശിഷ്യന്മാരും യഹൂദരും, ബി അവൻ്റെ ശിഷ്യന്മാരും നിയമജ്ഞരും, സി അവൻ്റെ ശിഷ്യന്മാരും ഒരു യഹൂദനും, ഡി അവൻ്റെ ശിഷ്യനും ഒരു യഹൂദനും. ഉത്തരം സി അവൻ്റെ ശിഷ്യന്മാരും ഒരു യഹൂദനും. ചോദ്യം 54. അടുത്തുനിന്ന് മണവാളനെ ശ്രവിക്കുന്ന ഡാഷ് അവൻ്റെ സ്വരത്തിൽ വളരെ സന്തോഷിക്കുന്നു. എ സുഹൃത്ത്, ബി മണവാട്ടി, സി സ്നേഹിതൻ, ഡി സ്നേഹിതർ. സി സ്നേഹിതർ, ഡി സ്നേഹിതൻ. ഉത്തരം ഡി സ്നേഹിതൻ. ചോദ്യം 55. എല്ലാവർക്കും ഉപരിയായിട്ടുള്ളവൻ ആരാണ്? എ ഉന്നതത്തിൽ നിന്നു വരുന്നവൻ, ബി കർത്താവിൽ നിന്നു വരുന്നവൻ, സി ദൈവത്തിൽ നിന്നു വരുന്നവൻ, ഡി ഉന്നതത്തിൽ നിന്നു വരുന്നവർ. ഉത്തരം
എ ഉന്നതത്തിൽ നിന്ന് വരുന്നവൻ. ചോദ്യം 56. പുത്രനെ അനുസരിക്കാത്തവൻ ദർശിക്കാത്തത് എന്ത്? എ ദൈവരാജ്യം, ബി ജീവൻ, സി നിത്യജീവൻ, ഡി ദൈവമഹത്വം. ഉത്തരം ബി ജീവൻ. ചോദ്യം 57. പുത്രനെ അനുസരിക്കാത്തവൻ്റെ മേൽ ഡാഷ് ഉണ്ട്. എ നിത്യശിക്ഷ, ബി ദൈവശാപം, സി ദൈവകോപം, ഡി ദൈവശിക്ഷ. ഉത്തരം സി ദൈവകോപം. ചോദ്യം 58. സമരിയായിൽ യേശു എത്തിച്ചേർന്ന പട്ടണമേത്? എ റാമ, ബി എബ്നേസർ, സി ജെറീക്കോ, ഡി സിക്കാർ. ഉത്തരം ഡി സിക്കാർ. ചോദ്യം 59. യേശു കിണറിൻ്റെ കരയിൽ ഇരുന്ന സമയം? എ ഏകദേശം 6 മണിക്കൂർ, ബി ഏകദേശം 3 മണിക്കൂർ, സി ഏകദേശം 5 മണിക്കൂർ, ഡി ഏകദേശം 9 മണിക്കൂർ. ഉത്തരം എ ഏകദേശം 6 മണിക്കൂർ. ചോദ്യം 60. ആര് തമ്മിലാണ് സമ്പർക്കമൊന്നുമില്ലാത്തത്? എ യഹൂദരും വിജാതീയരും, ബി യഹൂദരും റോമാക്കാരും, സി യഹൂദരും സമരിയാക്കാരും, ഡി ഗലീലിയരും സമരിയാക്കാരും. ഉത്തരം സി യഹൂദരും സമരിയാക്കാരും. ചോദ്യം 61. സമരിയാക്കാരി യേശുവിനെ അഭിസംബോധന ചെയ്തതെങ്ങനെ? എ ഗുരു, ബി പ്രഭോ, സി റബ്ബി, ഡി നാഥ. ഉത്തരം ബി പ്രഭോ. ചോദ്യം 62. സമരിയാക്കാരി സ്ത്രീ യേശു ആരാണെന്നാണ് പറഞ്ഞത്? എ ദൈവപുത്രൻ, ബി രക്ഷകൻ, സി ഗുരു, ഡി പ്രവാചകൻ. ഉത്തരം ഡി പ്രവാചകൻ. ചോദ്യം 63. യഥാർത്ഥമായ ആരാധനാ സ്ഥലം എവിടെയാണ്? എ ജെറുസലേമിൽ, ബി ദേവാലയത്തിൽ, സി ഹൃദയത്തിൽ, ഡി നിന്നിൽ തന്നെ. ഉത്തരം എ ജെറുസലേമിൽ. ചോദ്യം 64. ദൈവത്തെ ആരാധിക്കുന്നവർ എങ്ങനെയാണ് ആരാധിക്കുന്നത്? എ സത്യത്തിലും നീതിയിലും, ബി ആത്മാവിലും സത്യത്തിലും, സി ആത്മാവിലും മഹത്വത്തിലും, ഡി ജീവനിലും സത്യത്തിലും. ഉത്തരം ബി ആത്മാവിലും സത്യത്തിലും. ചോദ്യം 65. സമരിയാക്കാരി സ്ത്രീ കുടം അവിടെ വെച്ചിട്ട് എവിടേക്കാണ് പോയത്? എ നഗരത്തിലേക്ക്, ബി ഭവനത്തിലേക്ക്, സി പട്ടണത്തിലേക്ക്, ഡി നാട്ടിലേക്ക്. ഉത്തരം സി പട്ടണത്തിലേക്ക്. ചോദ്യം 66. യേശു സമരിയാക്കാരോടൊപ്പം എത്ര ദിവസം താമസിച്ചു? എ 2 മാസം, ബി 3 ദിവസം, സി 4 ദിവസം, ഡി 2 ദിവസം. ഉത്തരം ഡി 2 ദിവസം. ചോദ്യം 67. ആസന്നമരണനായ മകനെ സുഖപ്പെടുത്തണമെന്ന് പറഞ്ഞത് ആരാണ്? എ കഫർനാമിലെ ഒരു ശതാധിപൻ, ബി ഗലീലിയിലെ ഒരു രാജസേവകൻ, സി കഫർനാമിലെ ഒരു സൈന്യാധിപൻ, ഡി കഫർനാമിലെ ഒരു രാജസേവകൻ. ഉത്തരം ഡി കഫർനാമിലെ ഒരു രാജസേവകൻ. ചോദ്യം 68. യൂദയായിൽ നിന്ന് ഗലീലിയിലേക്ക് വന്നപ്പോൾ യേശു പ്രവർത്തിച്ച രണ്ടാമത്തെ അടയാളം ഏത്? എ രക്തസ്രാവക്കാരി സ്ത്രീയെ സുഖപ്പെടുത്തുന്നു, ബി അപ്പം വർദ്ധിപ്പിക്കുന്നു, സി രാജസേവകൻ്റെ പുത്രനെ സുഖപ്പെടുത്തുന്നു, ഡി അന്ധനെ സുഖപ്പെടുത്തുന്നു. ഉത്തരം സി രാജസേവകൻ്റെ പുത്രനെ സുഖപ്പെടുത്തുന്നു. ചോദ്യം 69. ബെത്സദാ കുളം എവിടെയാണ് സ്ഥിതി ചെയ്തിരുന്നത്? എ ജെറുസലേമിൽ സുവർണ കവാടത്തിനടുത്ത്, ബി ജെറുസലേം ദേവാലയത്തിൻ്റെ കിഴക്കുവശത്ത്, സി ജെറുസലേം ദേവാലയത്തിന് സമീപം, ഡി ജെറുസലേമിൽ അജകവാടത്തിനടുത്ത്. ഉത്തരം ഡി ജെറുസലേമിൽ അജകവാടത്തിനടുത്ത്. ചോദ്യം 70. മനുഷ്യപുത്രനായതുകൊണ്ട് എന്തിനുള്ള അധികാരമാണ് നൽകിയിരിക്കുന്നത്? എ വിധി കൽപ്പിക്കാൻ, ബി വിധി നടപ്പാക്കാൻ, സി വിധിക്കാൻ, ഡി പാപം മോചിക്കാൻ. ഉത്തരം സി വിധിക്കാൻ. ചോദ്യം 71. ഡാഷിൽ ഉള്ളവരെല്ലാം അവൻ്റെ സ്വരം ശ്രവിക്കുന്ന സമയം വരുന്നു, പൂരിപ്പിക്കുക. എ ഇരുട്ടിൽ,
ബി ശവകുടീരങ്ങളിൽ, സി അന്ധകാരത്തിൽ, ഡി കല്ലറകളിൽ. ഉത്തരം ഡി കല്ലറകളിൽ. ചോദ്യം 72. ആരാണ് യേശുവിനെക്കുറിച്ച് സാക്ഷ്യപ്പെടുത്തിയിരിക്കുന്നത്? എ യോഹന്നാൻ, ബി പരിശുദ്ധാത്മാവ്, സി പിതാവ് തന്നെ, ഡി മോശ. ഉത്തരം സി പിതാവ് തന്നെ. ചോദ്യം 73. ഗലീലി കടലിൻ്റെ മറ്റൊരു പേര്? എ തിബേരിയാസ്, ബി ചാവുകടൽ, സി ചെങ്കടൽ, ഡി ഗനസരേത്ത് തടാകം. ഉത്തരം എ തിബേരിയാസ്. ചോദ്യം 74. ഇവർക്ക് ഭക്ഷിക്കാൻ നാം എവിടെ നിന്ന് അപ്പം വാങ്ങും? ആര് ആരോട് ചോദിച്ചു? എ പീലിപ്പോസ് അന്ത്രയോസിനോട്, ബി യേശു പീലിപ്പോസിനോട്, സി യേശു ശിഷ്യന്മാരോട്, ഡി ശിഷ്യന്മാർ പരസ്പരം. ഉത്തരം ബി യേശു പീലിപ്പോസിനോട്. ചോദ്യം 75. 5 ബാർലിയപ്പത്തിൽ നിന്ന് ജനങ്ങൾ ഭക്ഷിച്ചതിന് ശേഷം മിച്ചം വന്ന കഷണങ്ങൾ എത്ര കുട്ട ശേഖരിച്ചു? എ 7, ബി 10, സി 12, ഡി 11. ഉത്തരം സി 12. ചോദ്യം 76. ലോകത്തിലേക്ക് വരാനിരുന്ന പ്രവാചകൻ സത്യമായും ഇവനാണ്. ആരാണ് പറഞ്ഞത്? എ സമരിയാക്കാരി സ്ത്രീ, ബി യഹൂദർ, സി നിക്കോദേമോസ്, ഡി ജനങ്ങൾ. ഉത്തരം ഡി ജനങ്ങൾ. ചോദ്യം 77. വിശ്വസിക്കുന്നവന് ഡാഷ് ഉണ്ട്, പൂരിപ്പിക്കുക. എ സ്വർഗരാജ്യം, ബി ദൈവസ്നേഹം, സി നിത്യരക്ഷ, ഡി നിത്യജീവൻ. ഉത്തരം ഡി നിത്യജീവൻ. ചോദ്യം 78. നീയാണ് ഡാഷ് എന്ന് ഞങ്ങൾ വിശ്വസിക്കുകയും അറിയുകയും ചെയ്തിരിക്കുന്നു, പൂരിപ്പിക്കുക. എ ദൈവത്തിൻ്റെ പരിശുദ്ധൻ, ബി ദൈവത്തിൻ്റെ പുത്രൻ, സി ദൈവത്തിൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ടവൻ, ഡി ദൈവത്തിൻ്റെ ഏകജാതൻ. ഉത്തരം എ ദൈവത്തിൻ്റെ പരിശുദ്ധൻ. ചോദ്യം 79. പൗലോസ്ലീഹ ജെറുസലേമിലേക്ക് പോകാതെ എവിടേക്കാണ് പോയത്? എ ദമാസ്കസിലേക്ക്, ബി എഫേസോസിലേക്ക്, സി റോമിലേക്ക്, ഡി അറേബ്യയിലേക്ക്. ഉത്തരം ഡി അറേബ്യയിലേക്ക്. ചോദ്യം 80. പൗലോസ്ലീഹായെ പ്രതി ദൈവത്തെ മഹത്വപ്പെടുത്തിയത് ആര്? എ ജെറുസലേമിലെ ശ്രേഷ്ഠന്മാർ, ബി എഫേസോസിലുള്ള സഭകൾ, സി യൂദായിലുള്ള സഭകൾ, ഡി ഗലാത്തിയായിലുള്ള സഭകൾ. ഉത്തരം സി യൂദായിലുള്ള സഭകൾ. ചോദ്യം 81. വിജാതിയരുടെ ഒപ്പമിരുന്ന് ഭക്ഷിച്ചതാര്? എ പത്രോസ്, ബി പൗലോസ്, സി ബാർണബാസ്, ഡി കേപ്പ. ഉത്തരം ഡി കേപ്പ. ചോദ്യം 82. കേപ്പ എവിടെ വന്നപ്പോഴാണ് പൗലോസ്ലീഹ അവനിൽ കുറ്റം കണ്ടത്? എ ജെറുസലേമിൽ, ബി കോറിന്തോസിൽ, സി എഫേസോസിൽ, ഡി അന്ത്യോക്യായിൽ. ഉത്തരം ഡി അന്ത്യോക്യായിൽ. ചോദ്യം 83. ഡാഷ് വഴി ഒരുവനും നീതീകരിക്കപ്പെടുകയില്ല, പൂരിപ്പിക്കുക. എ ഉപവാസം, ബി നിയമാനുഷ്ഠാനം, സി നിയമം അനുസരിക്കുന്നത്, ഡി വിശ്വാസം. ഉത്തരം ബി നിയമാനുഷ്ഠാനം. ചോദ്യം 84. ആരാണ് വിശ്വാസം വഴി ജീവിക്കുന്നത്? എ നീതിമാൻ, ബി അബ്രാഹത്തിൻ്റെ മക്കൾ, സി നീതി പ്രവർത്തിക്കുന്നവൻ, ഡി ക്രിസ്തുവിലായിരിക്കുന്നവൻ. ഉത്തരം എ നീതിമാൻ. ചോദ്യം 85. നിങ്ങൾ ക്രിസ്തുവിനുള്ളവരാണെങ്കിൽ ആരുടെ സന്തതികളാണ്? എ അബ്രാഹത്തിൻ്റെ, ബി ദൈവത്തിൻ്റെ, സി പിതാവിൻ്റെ, ഡി വിശ്വാസത്തിൻ്റെ. ഉത്തരം എ അബ്രാഹത്തിൻ്റെ. ചോദ്യം 86. സ്വന്തം ജഡത്തിനായി വിതയ്ക്കുന്നവൻ ജഡത്തിൽ നിന്ന് കൊയ്തെടുക്കുന്നത് എന്ത്? എ പാപം, ബി നാശം, സി തിന്മ, ഡി അശുദ്ധി. ഉത്തരം ബി നാശം. ചോദ്യം 87. നമുക്ക് മടുപ്പ് തോന്നാതിരിക്കേണ്ടത് എന്തിൽ? എ സുവിശേഷം പ്രസംഗിക്കുന്നതിൽ, ബി നന്മ പ്രവർത്തിക്കുന്നതിൽ, സി നന്മ ചെയ്യുന്നതിൽ, ഡി വചനം പാലിക്കുന്നതിൽ. ഉത്തരം സി നന്മ ചെയ്യുന്നതിൽ. ചോദ്യം 88. അധ്യായവും വാക്യവും ഏത്? ക്രിസ്തു നമ്മെ പ്രതി ശപിക്കപ്പെട്ടവനായി തീർന്നുകൊണ്ട് നിയമത്തിൻ്റെ ശാപത്തിൽ നിന്ന് നമ്മെ രക്ഷിച്ചു. എന്തെന്നാൽ മരത്തിൽ തൂക്കപ്പെടുന്നവൻ ശപിക്കപ്പെട്ടവനാണ് എന്ന് എഴുതിയിരിക്കുന്നു. എ ഗലാത്യ 1:17,
ബി ഗലാത്യ 1:18, സി ഗലാത്യ 3:13, ഡി ഗലാത്യ 2:11. ഉത്തരം സി ഗലാത്യ 3:13. ചോദ്യം 89. എൽക്കാന എവിടെ നിന്നുള്ളവനായിരുന്നു? എ എഫ്രായിം നാട്ടിലെ റാമാത്തയിമിൽ, ബി എഫ്രായിം മലനാട്ടിലെ റാമാത്തയിൽ, സി എഫ്രായിം മലനാട്ടിലെ റാമാത്തയിമിൽ, ഡി എഫ്രായിം പട്ടണത്തിലെ റാമാത്തയിമിൽ. ഉത്തരം സി എഫ്രായിം മലനാട്ടിലെ റാമാത്തയിമിൽ. ചോദ്യം 90. ദേവാലയത്തിൻ്റെ വാതിൽപ്പടിക്ക് സമീപം ആരാണ് ഇരുന്നിരുന്നത്? എ വൃദ്ധനായ ഏലി, ബി വയോധികനായ ഏലി, സി ദൈവപുരുഷനായ ഏലി, ഡി പുരോഹിതനായ ഏലി. ഉത്തരം ഡി പുരോഹിതനായ ഏലി. ചോദ്യം 91. നിന്റെ നാവിൽ നിന്ന് പുറപ്പെടാതിരിക്കേണ്ടത് എന്ത്? എ അസത്യം, ബി അഹങ്കാരം, സി ആത്മപ്രശംസ, ഡി ഗർവ്. ഉത്തരം ഡി ഗർവ്. ചോദ്യം 92. ആഹാരത്തിനു വേണ്ടി കൂലിപ്പണി ചെയ്യുന്നവർ ആര്? എ ദരിദ്രർ, ബി സുഭിക്ഷം ജീവിച്ചിരുന്നവർ, സി സുഭിക്ഷം ഭക്ഷിച്ചിരുന്നവർ, ഡി സുഭിക്ഷം അനുഭവിച്ചിരുന്നവർ. ഉത്തരം ഡി സുഭിക്ഷം അനുഭവിച്ചിരുന്നവർ. ചോദ്യം 93. അഗതിയെ എന്തിനാണ് അവകാശികളാക്കുന്നത്? എ സ്ഥാനമാനങ്ങൾക്ക്, ബി ഉയർന്ന സ്ഥാനങ്ങൾക്ക്, സി ഉന്നതരുടെ സ്ഥാനങ്ങൾക്ക്, ഡി ഉന്നത സ്ഥാനങ്ങൾക്ക്. ഉത്തരം ഡി ഉന്നത സ്ഥാനങ്ങൾക്ക്. ചോദ്യം 94. സാമുവലിനെ മൂന്നാമത് വിളിച്ചപ്പോൾ അത് കർത്താവാണെന്ന് ആർക്കാണ് മനസ്സിലായത്? എ ഏലിയായ്ക്ക്, ബി എലീഷായ്ക്ക്, സി എൽക്കാനയ്ക്ക്, ഡി ഏലിക്ക്. ഉത്തരം ഡി ഏലിക്ക്. ചോദ്യം 95. മക്കൾ ഡാഷ് പറയുന്ന കാര്യം അറിഞ്ഞിട്ടും അവരെ തടയാഞ്ഞതുമൂലം ഏലിയുടെ കുടുംബത്തിൻ്റെ മേൽ ശിക്ഷാവിധി നടത്തും. പൂരിപ്പിക്കുക. എ ദൈവാധിക്ഷേപം, ബി ദൈവദൂഷണം, സി ദൈവനിന്ദ, ഡി ദൈവത്തിന് നിരക്കാത്തത്. ഉത്തരം ബി ദൈവദൂഷണം. ചോദ്യം 96. കർത്താവ് സാമുവലിന് ദർശനം നൽകിയത് എവിടെ? എ എഫ്രാത്തയിൽ, ബി അഷ്കലോണിൽ, സി ഷീലോയിൽ, ഡി ജെറുസലേമിൽ. ഉത്തരം സി ഷീലോയിൽ. ചോദ്യം 97. സാമുവലിൻ്റെ വാക്ക് ആരാണ് ആദരിച്ചത്? എ ഇസ്രായേൽ ജനം മുഴുവൻ, ബി ഇസ്രായേൽ ജനത മുഴുവൻ, സി ഇസ്രായേൽ ദേശം മുഴുവൻ, ഡി ഇസ്രായേൽ മുഴുവൻ. ഉത്തരം ഡി ഇസ്രായേൽ മുഴുവൻ. ചോദ്യം 98. ഫിലിസ്തീർ എവിടെയാണ് പാളയമടിച്ചത്? എ എബനേസറിൽ, ബി അഫേക്കിൽ, സി എക്രോണിൽ, ഡി അഷ്കലോണിൽ. ഉത്തരം ബി അഫേക്കിൽ. ചോദ്യം 99. ഡാഷിലേക്ക് ആളയച്ച് ഡാഷ് മേൽ എഴുന്നള്ളിയിരിക്കുന്ന സൈന്യങ്ങളുടെ കർത്താവിൻ്റെ ഉടമ്പടിയുടെ പേടകം കൊണ്ടുവന്നു. പൂരിപ്പിക്കുക. എ ഷീലോ അതിവിശുദ്ധ സ്ഥലത്തിൻ്റെ, ബി ഷീലോ ബലിപീഠത്തിൻ്റെ, സി ഷീലോ കിരൂബുകളുടെ, ഡി ഷീലോ സിംഹാസനത്തിൻ്റെ. ഉത്തരം സി ഷീലോ കിരൂബുകളുടെ. ചോദ്യം 100. അന്യദേവന്മാരെ തങ്ങളുടെ ഇടയിൽ നിന്ന് നീക്കം ചെയ്യുന്ന സംഭവം ന്യായാധിപന്മാരുടെ പുസ്തകത്തിൽ പറയുന്ന വാക്യം ഏത്? എ ന്യായാധിപന്മാർ 22-24, ബി ന്യായാധിപന്മാർ 10-16, സി ന്യായാധിപന്മാർ 16-10, ഡി ന്യായാധിപന്മാർ 19-18. ഉത്തരം ബി ന്യായാധിപന്മാർ 10-16. ഇതോടെ ഈ സെറ്റിലെ ചോദ്യങ്ങൾ അവസാനിക്കുകയാണ്. സോ താങ്ക്സ് ഫോർ വാച്ചിങ്. കർത്താവായ യേശുവിൻ്റെ കൃപ നാം ഓരോരുത്തരോടും കൂടി ഉണ്ടായിരിക്കട്ടെ. ആമേൻ.